LDFിന്റെ 4 പതിറ്റാണ്ടുകാലത്തെ ഭരണത്തുടർച്ചയ്ക്കാണ് വിളയൂരിൽ UDF തടയിട്ടത്. 17 വാർഡുകളിൽ 14 വാർഡുകളിലും മികച്ച ഭൂരിപക്ഷത്തോടെയായിരുന്നു UDFിന്റെ വിജയം. നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പരാജയപ്പെട്ടു. വിളയൂരിൽ 4 പതിറ്റാണ്ടുകാലത്തെ LDF ഭരണം വൻ ഭൂരിപക്ഷത്തോടെ UDF അവസാനിപ്പിച്ചിരിക്കുകയാണ്. 17 വാർഡുകളിൽ 14 വാർഡുകളിലും വിജയക്കൊടി പാറിച്ചാണ് UDFിന്റെ വിജയം. LDFിലെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജയ്ക്കും 15-ാം വാർഡിൽ നിന്നുള്ള K ഗോപാലകൃഷ്ണനും 14-ാം വാർഡിൽ നിന്നുള്ള റംന ഷിഹാബിനും മാത്രമാണ് വിജയിക്കാനായത്. മറ്റെല്ലാ വാർഡുകളിലും UDFിന്റെ ആധിപത്യമായിരുന്നു. ആദ്യ 5 വാർഡുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തന്നെ വിളയൂരിലെ ചിത്രം വ്യക്തമായിരുന്നു. 10 വാർഡ് വരെയും UDFിന്റെ ആധിപത്യം തുടരുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കണ്ടത്. 6ാം തവണയും പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന UDF സ്ഥാനാർത്ഥി നീലടി സുധാകരൻ, നിലവിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ചൈതന്യ സുധീർ, മുസ്ലിം ലീഗ് നേതാവ് ഹുസൈൻ കണ്ടങ്കാവ്, സക്കീന ഹുസൈൻ ഉൾപ്പെടെയുള്ളവരും വിജയം കരസ്ഥമാക്കി. മുൻ പഞ്ചായത്ത് അംഗങ്ങൾ കൂടിയാണ് ഇവർ. വിളയൂരിലെ കള്ളപ്രചാരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വിജയമെന്ന് നീലടി സുധാകരൻ പ്രതികരിച്ചു. UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി. ഇത്ര ചരിത്ര വിജയം നേടാൻ ഇടയിലെ ജനങ്ങൾ സത്യത്തിൽ ആ പൊറുതി മുട്ടിയിട്ട് തന്നെയാണ്. UDFിൻ്റെ ആ സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവരെടുത്തുള്ളത്. അത് അടിപൊളിയായിട്ട് വിളയൂരിൻ്റെ ഭരണം UDFിൻ്റെ കൈകളിൽ എത്തിച്ചതിന് എല്ലാ വോട്ടർമാരോടും UDFിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ്. നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ.